നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വീണ്ടും ഫൈനലിസിമ. യൂറോപ്യൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള പോരാട്ടത്തിന് ഇപ്പോൾ ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നു. 2026 മാർച്ച് അവസാനത്തിലാണ് കളി നടക്കുക. നമ്മൾ അതിൻ്റെ വ്യക്തമായ ഡേറ്റും ഫിഫ വിൻഡോയും ഒക്കെ വെച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലിസിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലിയോ മെസ്സിയും അർജന്റീനയും ഒക്കെ മിന്നിക്കത്തിയതാണ് ആരാധകരുടെ ഓർമ്മകളിലേക്ക് വരിക. ഏറ്റവും ഒടുവിൽ ലണ്ടനിൽ വെച്ചിട്ട് 2022 നടന്ന ഫൈനലിസിമ പോരാട്ടം വെംബ്ലിയിൽ 3-0 അർജന്റീന ഇറ്റലിയെ തകർത്ത് തരിപ്പണമാക്കിയത്. ലൗട്രോ മാർട്ടിനസും ആംഗേൽ ഡിമരിയയും പൗലോ ഡിബാലയുമാണ് അർജന്റീനയുടെ ഗോളുകൾ നേടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് പോയിട്ട് ഫിഫ വേൾഡ് കപ്പ് നേടുന്ന അർജന്റീനയാണ് നമ്മൾ കണ്ടത്. ആ കളിയിൽ ലിയോ മെസ്സി പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലിസിമയിൽ ഏറ്റവും അധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്ത അദ്ദേഹമാണ്, 4 ഏറ്റവും അധികം അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു, 2 ഏറ്റവും അധികം ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു, 8 ഫൈനലിസിമയുടെ ചരിത്രം എടുത്താൽ അർജന്റീനക്ക് അതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫൈനലിസിമ എന്ന രൂപത്തിൽ ഇപ്പോൾ 2022 ആദ്യമായിട്ട് നടത്തുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ ഈ കോണ്ടിനെൻ്റൽ ചാമ്പ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടുക എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. യൂറോപ്യൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിൽ ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്നും അർജന്റീന വെന്നിക്കൊടി നാട്ടിയിട്ടുമുണ്ട്. 1985 1993 ആർട്ടിമിയോ ഫ്രാഞ്ചി കപ്പ് എന്ന പേരിൽ ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഫ്രാൻസ് വിജയിച്ചിട്ടുണ്ട്. 1985 ഫ്രാൻസാണ് വിജയിച്ചതെങ്കിൽ 1993 അർജന്റീന വിജയിച്ച് കയറി. അതേ അർജന്റീന പിന്നെ 2022 ഇത് പുനരാരംഭിക്കുമ്പോഴും വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് ആർട്ടിമിയോ ഫ്രാഞ്ചി കപ്പ് 2 തവണ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഫൈനലിസിമ 2ാം തവണത്തേക്ക് കിടക്കുന്നു. അന്ന് 93 മാറഡോണ ആ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ 2022 ലിയോ മെസ്സിയും അത് സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടു. ഇനി എന്താണ് 2025 നമ്മളെ 2026 അടുത്ത വർഷമാണല്ലോ, 2026 ഫൈനലിസിമ നമുക്കായിട്ട് കാത്തുവെക്കുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.